കുവൈറ്റിൽ ഫ്ളാറ്റിന് തീപിടിച്ച് മരിച്ചവരുടെ എണ്ണം 41ആയി. മരിച്ചവരിൽ 2 മലയാളികളുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യൻ അംബാസിഡർ അടക്കമുള്ളവർ ദുരന്ത സ്ഥലത്ത് സന്ദർശനം നടത്തി. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി കുവൈറ്റിൽ നിന്നും ചേരുന്നുണ്ട്, സുനേഷ്. അതിദാരുണമായ ഒരു അപകടമാണ് ഇന്ന് കുവൈത്തിൽ സംഭവിച്ചത്. ഇന്ന് രാവിലെ 4:30-ക്കാണ് കുവൈത്ത് NBTC കമ്പനിയുടെ അക്കോമഡേഷനിൽ തീപിടുത്തമുണ്ടായത്. ബിൽഡിങ്ങിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് തീ ഉണ്ടായിരുന്നത്. അത് പിന്നീട് പടർന്ന് വളരെ വലിയ രീതിയിൽ അത് മുകളിലേക്ക് വരികയും അതിശക്തമായ പുക ഉയരുകയും ചെയ്യാനുണ്ടായത്. ഈ കൂടുതലും ആൾക്കാരുടെ മരണം സംഭവിച്ചിരിക്കുന്നത് ഈ പുക ശ്വസിച്ചുകൊണ്ടാണ്. കാരണം ഈ അതിശക്തമായ കറുത്ത പുക ഉയർന്ന് മുഴുവൻ ഫ്ലോറുകളിലേക്കും പടരുകയാണുണ്ടായത്. ഇപ്പോഴത്തെ ഔദ്യോഗിക കണക്ക് പ്രകാരം ഏകദേശം 45 മുകളിലും 50-നിടയിലും ആൾക്കാർ മരിച്ചതായിട്ടാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. കാരണം അതിൽ കൂടുതലും ഇന്ത്യൻസ് ആണെന്നാണ് അറിവ്. ആരൊക്കെയാണെന്ന് വ്യക്തമായിട്ടില്ല. കാരണം ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. കൂടുതൽ ആൾക്കാരെയും തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണുള്ളത്. അപകടം സംഭവിച്ച ഉടൻ തന്നെ കുവൈറ്റിലെ ഫയർ ഡിപ്പാർട്ട്മെന്റും പോലീസും വന്ന് ആൾക്കാരെ രക്ഷിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിരുന്നു. എങ്കിൽ തന്നെയും അപകടങ്ങൾ സാധ്യത വളരെ കൂടുതൽ. അപകടം സംഭവിക്കുമ്പോൾ തന്നെ ആൾക്കാർ അതിന്റെ ഭീകരത മനസ്സിലാക്കാതെ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും എടുത്ത് ചാടുകയാണ് ഉണ്ടായത്. എടുത്ത് ചാടിയ പല ആൾക്കാർക്കുമാണ് കൂടുതൽ അപകടങ്ങൾ സംഭവിച്ചതും അപകട സ്ഥലത്ത് തന്നെ മരണം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപകട സാധ്യതകൾ കൂടുതൽ ഉണ്ടാകുമെന്നാണ്, മരണങ്ങൾ കൂടുതൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നത്. എങ്കിൽ തന്നെയും ഇന്ത്യൻ എംബസിയുടെയും അതുപോലെ കുവൈറ്റ് ഭരണാധികാരികളും പോലീസ് ഉദ്യോഗസ്ഥന്മാരും സ്ഥലം സന്ദർശിക്കുകയും ഇത്തരം അപകടത്തെ അനുശോചിക്കുകയും, കാരണം ഇനി ഇത്തരത്തിൽ അപകടം ഉണ്ടാവാതിരിക്കാനുള്ള നടപടി വളരെ നിർബന്ധ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇന്ത്യൻ എംബസിയുടെ അംബാസിഡറും അതുപോലെ ഇന്ത്യൻ എംബസിയുടെ മറ്റു ഉദ്യോഗസ്ഥന്മാരും സ്ഥലം സന്ദർശിക്കുകയും അപകടം നടന്നവരെ കാണുന്നതിന് ഹോസ്പിറ്റലിൽ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരെ കാണുന്നതിന് വേണ്ടി അവർ പല ക്യാമ്പുകളിലേക്കായി കമ്പനിയുടെ തന്നെ പല ക്യാമ്പുകളിലേക്ക് മാറ്റിയിരുന്നു. അവരെ അവിടെ പോയി സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കുവൈറ്റിലെ ചരിത്രത്തിൽ തന്നെ വളരെ ദാരുണമായ ഒരു അപകടമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. നമ്മളെ കുവൈറ്റിലെ മലയാളി സമൂഹം തന്നെ ഞെട്ടലോടെയാണ് ഈ വാർത്തകൾ അതിരാവിലെ കേട്ടത്. അപകടങ്ങളുടെ സാധ്യതകളെക്കുറിച്ച് പഠനം നടത്താനും അങ്ങനെ മറ്റുള്ള ഇതിന്റെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുമായി ഒരു പ്രത്യേക സംഘത്തെ തന്നെ ഗവൺമെന്റ് കുവൈറ്റ് മിനിസ്ട്രി തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിന്റെ നടപടികളും കാര്യങ്ങളും ഏത് രീതിയിൽ ഉണ്ടാവുമെന്നുള്ളതും ഇനി നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഈ നടന്ന അപകടങ്ങൾ വളരെ ദാരുണമാണ്, ദയനീയമാണ്. അതിൽ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളിലേക്ക് നമുക്ക് ഇനി കൂടുതൽ വിവരങ്ങൾ അറിയാനുള്ളതേ ഉള്ളൂ. കുവൈറ്റിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ്.